അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങാം. സ്തുതിച്ച് തുടങ്ങിയിട്ട് നമുക്ക് ദൈവദിനത്തിലേക്ക് കയറാം. സ്തുതിക്കുമ്പോൾ അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ സ്തുതിക്കണം. ഇല്ലാത്തവർ വാ തുറന്ന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെയാണല്ലോ വി ആർ പ്രൈസിങ് അവർ ലോർഡ്. ഹല്ലേലൂയ സേവിയർ. Hallelujah. So please start praising him. Hallelujah. La rahabara kamana mashiandara. Baura prama. Baura baruche baure rabare hastal pramana. Shaida baruche baude rabare harsha pravara. Raida baruche baude rabare adaga rabare artha pravara. ഷൈഡ ബറുച്ചേ ബൗഡേ റബരേ. വാതുറന്ന് സ്തുതിച്ചാട്ടെ. റൂഡ റബ റഖമന മഷിറഹലഹ സക്കറിയ റഖമന അർഖമമ്രഖലഗഷിയന്ദന ഹസ്തന ഹതുന അജനമനാജകന സ്ഥല ബധുര ബറുക്ഷബറന്ധര ഹർഹര. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. റൂറബറഖബറഹമന ഗഷിയ തുറഹബല അൽഹമന മഷന്ദന അറദന അറഗന ഗറുഖേ അർഘനക്ഷേനാദരക്ഷബരഘടകബറാന്ധബറുക്ഷര ബൗറബറുക്ഷബരാജഗര ഗറുഖേ റഗനേ റസ്തനേ നീതൽക്കറുകരകർഷേർ ഇവരെ അജുലഘടകബറാന്ധരഘടകര ബൗറബറുക്ഷ ബൗറാറബര. മഹത്വം ഇറങ്ങട്ടെ. ദ ഗ്ലോറി ഗ്ലോറി ഇറങ്ങി വരട്ടെ. ദ ഗ്ലോറി ഓഫ് ലോർഡ്. ലുറഹബറഖമനമഷിയന്ദന അസ്തുറുഹുമുറുഖുമുനുമുഷിയദരഘലഘടകമന ബൗറബറുക്ഷേ ബൗരേ റബരേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, Lord, the Holy Spirit, speak to your people. Nurakhamana hasiyandana hastana ajanaganagadagabarantharagadagaragadaga rigamanagaragarastharabadure. Yes. Nakaraha lahasiya raturahabala handal kana shana jana janaganagadagaradira gadukara റൈഡല ഗറുകര ഘർഷ പ്രവരക റംഷ ബറുഖര. ആത്മാവ് നിങ്ങളെ തൊടട്ടെ. ആത്മാവ് നിങ്ങളെ തൊടട്ടെ. സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കട്ടെ. അർഘര രഗര ഹർഗ രഗതര ഹതിര ഹന്തൽ പ്രമന. ആത്മാവിലൊന്ന് ചൂടുപിടിക്കട്ടെ. ആ ലഹറഹമന ഹസിയ. നന്ദി പരിശുദ്ധാത്മാവേ. Let the eyes of the understanding be opened in the mighty name of Jesus. Lord Jesus, Holy Father, Oriya Rabaragaragal Kanagazi Astane Radane Astabaruchara Gandara Badura Baruche Yeshwe റൈഷല ബർഗര ബൗറവര ശിബരഹസ്തര ഹന്തൽ പ്രമനേ റൈറബറുഖബരതിരഗറുഖബരാജഗരന്ധരഘടകര ബൗറബറുചേ ബൗരേറവരേ. യേശുവേ, ആത്മതലത്തിലൊരു വിടുതൽ വെളിപ്പെടട്ടെ. പുറകോട്ട് പിടിക്കുന്ന മേഖലകളിൽ ഒരു അഴിവ് നടക്കട്ടെ. ആത്മീയമായി മുന്നോട്ട് വിടാതെ അല്ലേ സ്പിരിച്വൽ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന മേഖലകളിൽ ഇന്ന് രാത്രി ദൈവവചനം ശക്തിയോടെ ഇറങ്ങട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. സത്യമായിട്ട് പറയണേ, എത്ര പേര് അന്യഭാഷയുണ്ട്? കൈ നോക്കിയേ. അത്രയും പേര് അന്യഭാഷ പറയുന്നതിൻ്റെ ഒച്ച കേട്ടില്ല. ഒരു സഹോദരി മാത്രമേ എന്താ പറയുന്നത് കേട്ടുള്ളല്ലോ. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ബാക്കി പറഞ്ഞേ. മനുഷ്യരോടല്ല സംസാരിക്കുന്നു,
അടുത്ത ഒരു കാര്യം കൂടെ താഴെയുണ്ട്. അതിനെന്ന് പറയാമോ? അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മിസ്റ്ററികൾ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഒരിക്കൽ അന്യഭാഷ പ്രാപിച്ചു. വൺസ് യു ഹല്ലേലൂയ ബാപ്റ്റൈസ്ഡ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. പക്ഷേ അതാ ബേസ് കഴിഞ്ഞിട്ട് പിന്നെ യു ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കയറും തോറും ലെവല് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ലെവല് മാറി വരുമ്പോൾ നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം, ഐസ് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഓപ്പൺ. ഹല്ലേലൂയ. ആൻഡ് ദ പ്രയർ ലൈഫ് ഗോ എഹെഡ് ആൻഡ് ദ പ്രയർ ഗോസ് എബവ് 3 hours. പ്രയാസമല്ലേ? എബവ് 3 hours. And you will be started seeing visions. Especially if you are praying from 12 a.m. to 5 a.m. In between any time, you will have visions. Hallelujah. Not about a person, but the things what are going to happen. ജസ്റ്റ് ലൈക്ക് ദാനിയേലിന് വിഷൻ കൊടുത്തതുപോലെ, യോഹന്നാന് വിഷൻ കൊടുത്തതുപോലെ, പ്രവാചകന്മാർക്ക് വിഷൻ കൊടുത്തതുപോലെ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ആ വിഷൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ചില മാസങ്ങളായി ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് ഈ എൻഡ് ടൈമിനെ കുറിച്ചുള്ള കൃത്യമായ ആലോചനകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഏർലി മോർണിംഗ് പ്രയറിൽ ഞാൻ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഒരു 3-4 മാസമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവരിപ്പോൾ 1 മാസം നിർത്തുള്ളൂ. പിന്നെ ഇപ്പം യൂട്യൂബിലുണ്ട് എൻഡ് ടൈം റിവൈവൽ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ പി.എ. തോമസ്. ആ പേരിലത് കിടപ്പുണ്ട്. 2 ആഴ്ച മുമ്പ് വരെയുള്ളത് മെസ്സേജുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത കുറേ ദിവസങ്ങളിലെ മെസ്സേജ് ഒന്നിച്ച് അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. സ്തോത്രം. ആകട്ടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വചനം ഉള്ളതുപോലെ പറയുള്ളൂ, പോളിഷ് ചെയ്ത് പറയുകയല്ല കേട്ടോ. ആർക്കും പ്രയാസവും തോന്നണ്ട, നേരത്തെ പറയുകയാണ്. ഹല്ലേലൂയ. പോളിഷ് ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ കയ്യടി എനിക്ക് വേണ്ട. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയും. സ്തോത്രം. പിന്നെ നിങ്ങൾ പ്രാർത്ഥന നടത്തുന്ന നിങ്ങളോടൊരു ദൂതുണ്ട്, അത് പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. ഈ മീറ്റിംഗ് കഴിയുമ്പം എൻ്റെ അടുത്ത് വരണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ പറഞ്ഞപ്പോഴാണ് എന്നെ കാണിച്ച വെളിപ്പാടും തമ്മിൽ എത്ര അത് കൃത്യമായിരുന്നു എന്നുള്ളത് ദൈവാത്മാവ് എന്നെ പെട്ടെന്ന് ഓർമ്മിച്ചു. ജീസസ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ായിരിക്കും ചിന്തിക്കുന്നതല്ലേ? നിങ്ങൾ ചിന്തിക്കാത്ത ഭാഗത്തിലേക്കാണ് പോകാൻ പോകുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. മതി. ഇപ്പം കാര്യം മാറി വന്നത് മനസ്സിലായോ? യഹോവ വാതിലടച്ചു. ആര് വാതിലടച്ചു? യഹോവ വാതിലടച്ചു. ഹല്ലേലൂയ. പെട്ടകം പണിതൊരു ദോസു ഹല്ലേലൂയ ഡിഡ് ദ കാർപ്പൻട്രി വർക്ക് ഫോർ മേക്കിംഗ് ദറ്റ് ആർക്ക്. നോഹയുടെ അടുക്കൽ വന്നവരെ, മനസ്സോടെ വന്നവരെ എല്ലാം കയറ്റി. അത് ആണും പെണ്ണും അല്ലെ ഒന്നും വന്ന് പുറത്തുനിന്ന് ആരും വന്നില്ല, മൃഗങ്ങൾ വന്നു. അവരാ ദൈവശബ്ദം കേട്ടു. അവരുടെ ഫ്രീക്വൻസിയിൽ അത് കറക്റ്റായിട്ട് കേട്ടിട്ട് അവർ വന്ന് കയറി. ശുദ്ധിയുള്ളതും കയറി, ശുദ്ധിയില്ലാത്തതും കയറി. അവസാനം നോക്കി നിൽക്കുക, ആരെങ്കിലും ഇനി വരുമോ. ആശാരിയേലും വരുമെന്ന് വിചാരിച്ചു. ആ കാർപ്പൻ്റർമാർ ഒരുത്തനും വന്നില്ല. അവസാനം
യഹോവ വാതിലടച്ചു. കൃപയുടെ വാതിലടയാൻ സമയമായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ പറന്നു പോകുമോ? പറന്നു പോകുമോ? പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനിയൊരു 5 കൊല്ലോ, don't think another 10 years or 15 years is there in front of us so that we can slowly get ready for that rapture. No, it is just near. It's just near, in front of our door. That's what the Lord is giving so many messages. The only thing, His people has to be get ready. Get ready. Hallelujah. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. അഴുക്കുള്ളവൻ മാനസാന്തരപ്പെടാനല്ല പറയുന്നേ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതിൻ്റെ സമയമാണിത്. ഹല്ലേലൂയ. പുറത്തുള്ളവരോടല്ല പറയുന്നേ, അകത്തുള്ളവർ ശുദ്ധീകരണം പ്രാപിക്കാനാ പറയുന്നേ. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാൻ, നമ്മുടെ മനസ്സിനകത്തേക്ക് നോക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാൽ നമ്മൾ കൊണ്ട് പറയും, അല്ലെങ്കിൽ കർത്തൃമേശ വരുന്ന സൺഡേ പറയും, when you come to take the Lord's Supper you will say, Lord forgive me. എനിക്ക് എൻ്റെ നോട്ടത്തിലെ, ചിന്തയിലെ, ഭാവത്തിലെ, പെരുമാറ്റത്തിലെ ഒക്കെയുള്ള കാര്യം വന്നതെല്ലാം എന്നോട് ക്ഷമിക്കണം. തീർന്നു. പക്ഷേ മനസ്സിനകത്ത്, ഇൻസൈഡ് യുവർ മൈൻഡ്, ഹല്ലേലൂയ, ആ ഫിൽത്തുകൾ എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ലെന്നേ. നമുക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇന്ന കുറവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല. അപ്പം വീട്ടിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് വഴക്ക് പിടിക്കും, അതങ്ങ് വിട്ടു. ഹല്ലേലൂയ. പിന്നെ എപ്പോഴേലും ഓർക്കും, എന്നാലും അന്ന് നീ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. പോയില്ല, വിട്ടുകളഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ വിട്ടുകളയാതെ എന്തേലും കാര്യങ്ങൾ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൗരൂരം മറന്നു പോകും. ഈ കൃപായുഗത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ പോകുന്ന ആരാ വാതിലടയ്ക്കാൻ പോകുന്നേ? ഹല്ലേലൂയ. ദൈവം അടച്ചാൽ പിന്നെ ആർക്കെങ്കിലും തുറക്കാൻ പറ്റുമോ? അവിടെ കിടന്നുകൊണ്ട് നമ്മൾ വലിയ കുറേ പേര് പറന്നു പോകും, നമ്മൾ കണ്ടു. അവിടെ കിടന്നു നമ്മൾ നിലവിളിക്കുക, യേശുവേ യേശുവേ കരുണ തോന്നുന്നു, എന്നെയും കൊണ്ടുപോകണേ. തുറക്കുമോ? ഇല്ല. തുറക്കണേൽ ആരുടെ ഹെൽപ്പ് വേണം? തുറന്നവൻ്റെ ഹെൽപ്പ് വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയെങ്കിലേ നമുക്ക് ബോധം വരുത്തുള്ളൂ. അല്ലാതെ ആരെന്നാ പറഞ്ഞാലും, ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് എന്തെല്ലാം പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ അത് സ്ട്രൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുവാൻ നിങ്ങൾക്ക് തന്നെ ഒരാഗ്രഹം വരണം. കാരണം ഇതെൻ്റെ നിത്യതയുടെ വിഷയമാ. കൈവിട്ടു പോയാൽ എൻ്റെ പണി കഴിഞ്ഞു എന്ന് നമുക്കൊരു ബോധകത്ത് വരണം. പണക്കൊന്നുമില്ലല്ലോ. സ്തോത്രം. ഇത് ചെറിയ കാര്യമല്ല പറയുന്നത്, നിത്യതയുടെ കാര്യമാണ് പറയുന്നത്. കൈവിട്ടു പോയെങ്കിൽ പോയി, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോകും. അവിടെ കൺസെഷൻ ഒന്നും കിട്ടത്തില്ല. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ വാതിൽ അടയ്ക്കുന്നതിന് മുൻപേ കയറാൻ ബുദ്ധിയുള്ള 5 കന്യകമാർ തങ്ങളുടെ പാത്രത്തിൽ എക്സ്ട്രാ എണ്ണയെടുത്ത പോലെ, ഹല്ലേലൂയ, സ്തോത്രം, the wise ladies, they have taken oil extra in their vessels. So when the
hallelujah, trumpet blows, they have lighted their lamps, and hallelujah, and they put oil again and again. For 5 virgins, what they did, they didn't keep oil in the vessel. So when the lamp was lighted and after some time, it has gone down. So they couldn't burn it. What happened? They asked some, hallelujah, from the other 5 people. They said, you go to wherever it is available. We can't give you whatever we have. When they go and they searched, finally they find out where the oil will get. And they got some oil and they came back. The hallelujah bridegroom came. And those who were ready all together went inside and the door was closed. These people came and knocked. Lord, open for us, open for us. From inside they heard a noise, sound. I don't know you. Get away from here. For you, I am telling this in English. Yes. You have to pray more. Pray more. Especially in the night time. In Joel 2:28 onwards, it is saying, in the end time, I'll pour out my spirit upon the young children, then youngsters, then on the old people. So that means the old people has to pray in the night. When they go on praying, their eyes of the understanding will be opened and they will have vision, and they have to pray for the servants of God. Persecution is going on in a high rate. For them you have to pray. So pray. Then you will get more vision. And the latest prophecy, that is the 7th Spirit of God. In Isaiah 11:2, 7th Spirit of the Lord is specified there. That is the main important one, is the prophecy. Not the prophecy right now we are seeing. It is going to change. Hallelujah. Especially നിങ്ങളെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്താൽ, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങൾ വളരെ കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. നിങ്ങളെ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്താൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കളുടെ പകർച്ച വെളിപ്പെടാൻ സമയമായി. ആ 7 ആത്മാക്കളുടെ പകർച്ച വരുമ്പോൾ 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലാതെ ഇത് 7 സ്പിരിറ്റ്സ് ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ. അതാണ് ഇനി പകരാൻ പോകുന്നത്. ഇനി കൃപാവരങ്ങൾക്കല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിൻ്റെ 7 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നാൽ, ഈ കുഞ്ഞുങ്ങൾ കൈ നീട്ടിയാൽ മതി, പിശാചുകൾ ഓടിപ്പോകും. When the children raise their hands, demons will go away. Hallelujah. റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ നടക്കുന്ന ഒരാൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കാണും. ടി വിയിൽ കാണുന്നത് പോലെ അടുത്ത് എന്നിട്ട് പറയും, ഇന്ന വിഷയമുണ്ട്. അത് കേൾക്കുന്ന നിമിഷം ആ വ്യക്തി മാനസാന്തരപ്പെടും. അതാ ഇനി വെളിപ്പെടാൻ പോകുന്നത്. ജീസസ്. എന്നാൽ വാതിൽ അടയുന്നതിന് മുൻപേ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തുവാൻ, പ്രിയമുള്ള ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇവിടം കൊണ്ട് നശിച്ചു പോകും. മനുഷ്യനെ ദൈവത്തിൽ അകറ്റി നിർത്താനാണ് ലോക ഇമ്പങ്ങളും മോഹങ്ങളും എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത്. കർത്താവിനോട് അടുപ്പിക്കാതെ അകറ്റി നിർത്താൻ എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യാമോ അതെല്ലാം ഒരുക്കി നമ്മെ തന്നെ അലങ്കരിച്ച്
കണ്ണാൽ നോക്കാൻ കഴിയാത്ത വിധം അലങ്കരിച്ച് വികൃതമാക്കി നിർത്തുന്നത് യേശുവിൽ നിന്ന് അകറ്റി നിർത്താനാ, പിശാചിൻ്റെ ഇഷ്ടം നിറവേറാനാ. ആ അലങ്കാരങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീരും. ഹല്ലേലൂയ. നീ നിത്യതയിൽ പോകണമോ? എഫേസ്യർ 5:22 മുതൽ പറയുമ്പോൾ അവിടെ പറയുന്നു, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ തേജസ്സോടെ നിൽക്കണമെങ്കിൽ the Lord is coming to. ഹല്ലേലൂയ. എന്തിനാ വരുന്നേ? ആ വെർജിൻ, ആ ബ്രൈഡ് ഗ്രൂമിനെ ചേർക്കാനാ. വെർജിനായിട്ട് നിൽക്കുന്ന ബ്രൈഡ് ഗ്രൂമിനെ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആ ബ്രൈഡിനെ ചേർക്കാനാവും. അങ്ങനെയെങ്കിൽ ബ്രൈഡ് എങ്ങനെ ആയിരിക്കണം? കറ, ചുളുക്കം, വാട്ടം, മാലിന്യമൊന്നുമില്ലാതെ തേജസ്സോടെ നിൽക്കണം. അത് ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിനകത്ത് അടിഞ്ഞിരിക്കുന്ന കറകളും കളങ്കങ്ങളും നമ്മളെ കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല പ്രിയമുള്ള. നമ്മൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാകുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്കതിനെ കാണിച്ചു തരണം. അത് കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ തലത്തിൽ അടുത്ത പടി കയറാൻ ഒരു ആർത്തി വരണം. അപ്പം ആ ആർത്തി കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവെ എനിക്ക് അടുത്ത പടി കയറണമെന്ന് നിങ്ങൾ കമ്പൽ ചെയ്ത് ചോദിച്ചു തുടങ്ങുമ്പോൾ ദിവസങ്ങൾ ചോദിക്കണം. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ വന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും. അങ്ങനെ പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന ഇതായിരിക്കും. ഈ കറയുണ്ട്, ഈ ചെളി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. 2 എക്സാമ്പിൾ ഞാൻ പറയാം. താമസിച്ച് വരുന്നൊരു വേഗം വന്നിരുന്നോ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കട്ടെ, വരുന്നവർ വന്നോട്ടെ. ഹല്ലേലൂയ. സ്വോത്രം. 2 എക്സാമ്പിൾ പറയാൻ ശ്രദ്ധിക്കണം. ക്ലോസറ്റ് എല്ലാവർക്കും അറിയാമല്ല, എന്ന് വെക്കും ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ. ഈ ക്ലോസറ്റിൻ്റെ നമ്മൾ ആ മടക്കുണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് എന്നിട്ട് അതിനകത്തൂടെയാണല്ലോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. നമ്മളെ ബ്രഷ് ഇട്ട് എത്ര കഴുകിയാലും, ക്ലീൻ ചെയ്താലും, ആർപ്പിക്കോ ഇപ്പോഴത്തെ ലോഷൻ എന്തൊക്കെ ഇട്ട് കഴുകിയാലും ഏതെങ്കിലും ഒരു കോർണറിൽ കുറേ വേസ്റ്റ് ഇരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോസറ്റ് കഴിയുന്നവർക്കറിയാം, എനിക്കറിയാം. അതിനൊന്നും മടിക്കാൻ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്നതിനിപ്പം ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വത്രം. ഞാനും എൻ്റെ വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. എനിക്കും പ്രായമായി, വൈഫിനും പ്രായം. അതുകൊണ്ട് എന്നാലാവുന്ന ജോലിയില്ല ഞാൻ ചെയ്യും. എനിക്ക് 68 വയസ്സിലോട്ട് കയറാൻ പോവുക. എങ്കിലും എനിക്കാവുന്ന പണികളെല്ലാം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഞാൻ ഈ ക്ലോസറ്റ് കഴുകിയിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ മാറി നിന്നിട്ട് നോക്കും. അങ്ങനെ ഇത് കണ്ടുപിടിച്ചേ. സ്തോത്രം. അപ്പം നോക്കിയപ്പോൾ ഇനി പോകാതെ ഇരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിനകത്തും നമ്മളെ എത്ര പറഞ്ഞാലും പോകാതിരിക്കുന്ന ചെളി, പാപത്തിൻ്റെ ചെളി. അത് കണ്ടുപിടിച്ച് കഴുകിക്കളയണമെങ്കിൽ നമുക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ഹെൽപ്പ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായില്ലെങ്കിൽ നമുക്കൊരു കുറവുമില്ല. ഞാൻ അടുത്തൊന്നോടെ പറയാം. ഇവിടെ അങ്ങനെയല്ല. പക്ഷേ ഇവിടുത്തെ ഈ തവിരിച്ച പോലെ കിടക്കുന്ന ആ പുല്ല് പറിച്ച് കളയാൻ പാടാ. അതിൻ്റെ വേര്, റൂട്ട്സ് അതുപോലെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിക്കാത്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പിന്നെ ലോണുണ്ട്. അവിടെ ഞങ്ങൾ ഒന്ന് പറിച്ച് കളയാൻ നോക്കിയിട്ട് ഏൽപ്പാറ്റത്തിൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ എന്നെ കർത്താവ് കാണിച്ചത് ആ പുല്ലല്ല, നമ്മുടെ നാട്ടിലുണ്ട് ചെറിയ ഈ ഹെയറിൻ്റെ വലിപ്പമുള്ള ചെറിയ പുല്ലുണ്ട്. അത് ഒരു ഇടത്തങ്ങോട്ട് വേര് പിടിച്ചാൽ അതിങ്ങനെ പടന്ന് പോകും. എന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം ഈ ജോയിൻ്റ് പോലെ ഓരോ വേരിറക്കും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായ കാര്യം പറഞ്ഞേ. ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന പുല്ലിനെ നമ്മൾ എത്ര കുനിഞ്ഞിരുന്ന് പൊക്കി പറിച്ചെടുത്താലും 1-2 അവിടെ നിൽക്കും. മനസ്സിലായോ? ഇവിടെ ഹോളി സ്പിരിറ്റിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നമുക്കിതിനെ പറിച്ചു കളയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ചെളിയുണ്ട്. പറന്നുപോലെ കേട്ടോ.
പറന്നു പോവുകയില്ല. അകത്തൊരു തകർച്ച വരണം. പറന്നു പോകുകയില്ലെന്ന്. ഞാൻ വിശുദ്ധനെ ഞാൻ ഇന്ന് ഇപ്പം കർത്താവ് വന്നാൽ പോകുന്നും പറഞ്ഞിരിക്കുന്നവർ 100 പേരെടുത്താൽ ഒരു 5 പേര് കാണുമെന്ന് സംശയമാ. തമാശ പറയുന്നില്ല. ഞങ്ങളിങ്ങനെ ഈ പേരറിയാവുന്ന പലരും മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിക്കും. പല പ്രസിദ്ധന്മാരും അവിടെ എത്തിയിട്ടില്ല. ചോദിക്കാതെ വെളിപ്പെടുത്തിയവരുണ്ട്. ചോദിക്കാതെ ഇന്നാൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചില്ല, വിട്ടുകളഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞപ്പം അവരവിടെ എത്തിയില്ലെന്ന് വെളിപ്പെടുത്തി. അപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ സ്റ്റേജ് ഇളക്കി. ഇപ്പം എന്നെ ആരും ഞാൻ പ്രസിദ്ധനില്ലാത്തതുകൊണ്ട് എന്നെ ആരും അറിയത്തില്ല. ഒരു ചുരുളിക്ക് വിളിക്കത്തുമില്ല ആരും. എന്നാ അവർക്ക് ആരറിയാൻ? സ്വതന്ത്രം. പക്ഷേ ദൈവം തരുന്നത് അങ്ങനെ കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് അതും ഇഷ്ടപ്പെടുകയില്ലാത്തതുകൊണ്ട് വിളിക്കുകയില്ല കേട്ടോ. അതും വേറെ കാര്യം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, നമുക്കതല്ല വിഷയം. ദൈവം തരുന്ന കൃത്യമായി പറയുകയും വേണം. ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? പറന്നു പോകണം. അതാ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കാട്ടിക്കുട്ടി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതെല്ലാം ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, അവർക്ക് ഇത് ചെയ്തു, സഹായം ചെയ്തു, ഇവർക്ക് സഹായം ചെയ്തു, ഒന്നും ചെയ്തിട്ടൊന്നും കർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹല്ലേലൂയ. അതൊന്നുമല്ല വിഷയം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. വാതിലടയ്ക്കാൻ സമയമായി. ഒരു വാക്യം മറക്കരുതേ. വാതിലടച്ചതാരാ? യഹോവ വാതിലടച്ചു. യഹോവ വാതിലടച്ചു. വേറെ ആർക്കും ഇനി തുറന്നു തരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് പറയും, സാരമില്ലെന്നേ, ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് വെക്കും, ഇച്ചിരിയൊക്കെ അങ്ങ് കുഴപ്പമില്ലാതെ പൊക്കോന്നേ. ഈ 2023 UK വന്നായിരുന്നു. അന്ന് നമ്മുടെ ഈ ജസ്റ്റിൻ ഭാഷയ്ക്ക് അടുത്തൊക്കെ വന്നായിരുന്നു. സ്തോത്രം. ദറംസിലൊരു ചർച്ചിലൊക്കെ വന്നായിരുന്നു. സ്തോത്രം. ജസ്റ്റിൻ ഭായുടെ അടുത്ത് ഇനി ഒന്നുകൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ 23 വന്ന 2ാമത്തെ ആഴ്ചയിൽ എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാമോ? ഇഷ്ടംപോലെ മീറ്റിങ്ങും തരാം, ശുശ്രൂഷയും തരാം. നമുക്ക് തമാശയായിട്ട് തോന്നും. ഇന്ന് പറയുന്ന പല കാര്യങ്ങളും പല വ്യക്തികളും ഇങ്ങനെയാ പോകുന്നേ. സ്റ്റേജ് ഇളക്കി നടക്കുന്നതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല. ഈ പ്രാവശ്യം ഞാൻ വന്നു. ആ ജൂൺ 1 ഞങ്ങൾ വന്നേ. ജൂൺ ഒടുവിൽ എന്നോട് പിന്നെയും വന്ന് ചോദിച്ചു, കോംപ്രമൈസ് ചെയ്യാമോ? ഹല്ലേലൂയ. എൻ്റെ ഇളയ മകൾക്ക് ചെറിയ വിഷയങ്ങളുണ്ട്, വിസയുടെയൊക്കെ കാര്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുന്നു. ഈയിടെ അവളോട് വന്ന് ചോദിച്ചു, ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം നിനക്ക് എന്നാ ചെയ്തതെന്ന്. എന്തായാലും അത്രയും മറുപടി അവൾ പറയും. ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിൻ്റെ ഗതി എന്തായി? മിണ്ടാതെ പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളേറെ ഭയത്തോടെ ആയിരിക്കണം. നമുക്കൊരു ഭയമകത്തുണ്ടാകണം. ഇത് തമാശകളിയല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നതിൻ്റെ കാര്യം ഇതാ. ഏത്? മനസ്സിനകത്ത് രൂപാന്തരം നടക്കണം. മനസ്സ് ശുദ്ധമാകണം. നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒന്നും കർത്താവ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. കർത്താവ് അംഗീകരിക്കുന്നത് എന്തെങ്കിലും ചെയ്തെങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉത്സാഹിപ്പിക്കണം. അവരെ കൈവച്ച് പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും
അവർക്ക് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ആത്മീയ തലത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരണം. മറക്കരുത്, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ പുറത്തുനിന്നുള്ള 2 പേരെ നേടിയില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കാഹളം ധ്വനിച്ചു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ആ മനസ്സിൻ്റെ ചിന്താഗതി? പാർട്ട്ണർ പറന്നു വന്നില്ല, കടന്നുപോയി, എന്തായിരിക്കും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുത്തത്, നിങ്ങളിപ്പോൾ താലോലിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ വന്നില്ല, എന്ത് ചെയ്യും? എന്തോ ചെയ്യും? എന്നാൽ കർത്താവേ എന്നെ അങ്ങ് വിട്ടേരെ, ഞാനും അവരുടെ കൂടെ പോവുകയെന്ന് പറയുമോ? അപ്പോൾ പിന്നെ ഇവരുടെ വില ആരോട് പറയും? ഇവരുടെ വില ആരുടെ മുമ്പിൽ കണക്ക് പറയും? സ്വത്രം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം, കൂടെ ഉള്ള ആളിനെയും നമ്മുടെ മക്കളെയും കാഹളം ധ്വനിക്കുമ്പോൾ പറന്നു പോകത്തക്ക നിലയിൽ ഒരുക്കി നിർത്തണം. 2, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു ശുശ്രൂഷയുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. സഭയിലെ ദൈവദാസനല്ല, അപ്പനും അമ്മയ്ക്കാ. അപ്പനും അമ്മയെ ആ ലെവലിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടെന്നാൽ അവർ ശക്തന്മാരായ അഭിഷക്തന്മാരാകും. സയൻറ്റിസ്റ്റുകളാകണമെന്നോ ഡോക്ടർമാരാകണമെന്നോ എൻജിനീയർമാരാണോ ഒക്കെ അതിനുവേണ്ടിയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോഴേ. പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു 5 വർഷത്തിനപ്പുറം ഇത് പോകത്തില്ല. അതിന് കർത്താവ് വരും. ഹല്ലേലൂയ. അങ്ങനെ കാര്യങ്ങൾ എത്തിപ്പോയല്ലോ. ലോകത്തിലേക്ക് നോക്കിയാൽ മതിയല്ലോ, ഇതിനൊരു മാറ്റം ഇന്നല്ലേ നാളെ സംഭവിക്കും. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഇത് പോകത്തില്ല. അതുപോലെയായി കാര്യങ്ങൾ. എങ്ങുമില്ലാത്ത നിലയിൽ ഈ പീഡനങ്ങൾ വർദ്ധിച്ചു. നമ്മുടെ ഇന്ത്യയിൽ പീഡനങ്ങൾ വർദ്ധിച്ചത് എത്ര നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? എത്ര ക്രൂരമായ നിലയിലാണ് അവരെ ദൈവജനങ്ങളെ എന്നാൽ കൃപയാൽ ഇപ്പോൾ അവരുടെ നിലവിളി സ്വർഗത്തിൽ കയറിയിട്ട് ദൈവം ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2 സംഘടനകൾ, ജാതീയ സംഘടനകൾ, ക്രിസ്ത്യൻസിനെ ഇനി പീഡിപ്പിച്ചാൽ ഞങ്ങളതിനെതിരെ നിൽക്കുമെന്നും പറഞ്ഞ് വാളും പൊടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ആ ന്യൂസ് കണ്ടോ? ആരും കണ്ടില്ലേ? യൂട്യൂബിലൊക്കെ ഒന്ന് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നോക്കണം, വേറെ കാര്യങ്ങൾ നോക്കാനല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. യൂട്യൂബിലൊക്കെ ഒന്ന് കയറി 2 സംഘടനകൾ, ആദിവാസി സംഘടനകൾ, അവർ കഴിഞ്ഞ ആഴ്ച കണ്ടു, അവർ വാളും വടിയും ഒക്കെയായി നിന്ന് ഹല്ലേലൂയ, ആരോ അവർ ബജറംഗ് ദൾ വരുന്നെന്ന് പറഞ്ഞതിനെ പ്രാർത്ഥന നടക്കുന്ന ഹോളിൻ്റെ മുമ്പിൽ ചുറ്റും നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പ്രാർത്ഥന നടത്തി. ചിലർ കുറേ കൂടെ ധൈര്യം കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്ന് അവിടെ ഇരുന്ന് ആരാധന നടത്തുന്നു. അപ്പം കുറച്ചൊക്കെ ഒരു ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറും. ഇതൊന്നും ചെറിയ കാര്യങ്ങളാണ്. ഇതെല്ലാം മാറി ഇതിനപ്പുറത്ത് പീഡനം അതിഭയങ്കരമായി വർദ്ധിക്കും. ഹല്ലേലൂയ. അവിടെ പിടിച്ചു നിൽക്കണം. എന്നാ ചെയ്യും? അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ വചനം വാളായും തീയായും ഇറങ്ങണം. ഹല്ലേലൂയ. ഇതിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ കാര്യം പറയാം. ഞാൻ വിചാരിച്ചത് ഇന്ത്യയിലെ പിശാചുക്കളെ അതിനേക്കാൾ വലിയ പിശാചുക്കൾ ഇവിടെ ഉള്ളതാണ്. ഭയങ്കരമായ പിശാചുക്കൾ. ഹല്ലേലൂയ. കാരണം ദൈവമക്കൾ വാസ്തവത്തിൽ ആത്മാവിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ പാർക്കുന്ന ഏരിയകൾ കുറവാണ്. ആത്മതലം കയറിയ ദൈവമക്കൾ നിൽക്കുന്ന സാധാരണക്കാരുടെ കാര്യമല്ല പറയുന്നത്. അവരെ പിശാചിന് വിഷയമല്ല. ആത്മതലം കയറിയ വിശുദ്ധന്മാർ പാർക്കുന്ന ഇടം കുറവാ. അല്ലാത്തവിടെ മുഴുവൻ ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ജീസസ് ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദേശം മുഴുവൻ ശക്തമായി വ്യാപരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കത്തില്ല കാര്യങ്ങൾ മാറി മറിയുന്നത്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ എന്നെ നമ്മളറിയാൽ ഈ കടയിലൊക്കെ ചെന്നാൽ ഹല്ലേലൂയ ഈ QR കോഡ് പേപ്പറിൽ ഇങ്ങനെ
എടുത്തിട്ട് ഒട്ടിച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പൈസ നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്, നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാൽ ഇവിടെ കൊണ്ട് ചിലടത്ത് ഇങ്ങനെ QR കോഡ്. അപ്പോൾ ആ QR കോഡിനൊരു സൈസ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അതിൻ്റെ ഒരു 1/4 സൈസിൽ ഒരു ചെറിയ പേപ്പറിൽ QR കോഡ് കാണിച്ചെന്നെ, സ്തോത്രം. എന്നിട്ട് ഇപ്പുറത്തൊരു ഡിഷ് ആൻറ്റിനയും കാണിച്ചു. അതിൻ്റെ അർത്ഥം ആ QR കോഡ് ഒന്നുകിൽ നമ്മുടെ ടാറ്റു പോലെ നമ്മുടെ ശരീരത്തിൽ അടിക്കും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാർഡുകളും അതിനകത്തോട്ടാക്കിയിട്ട് ഒന്നിച്ചാക്കും. ഇത് സാറ്റലൈറ്റ് വഴി ലോകം മുഴുവൻ കണക്റ്റഡ് ആയിരിക്കും. കാര്യങ്ങൾ പോയത് കണ്ടോ, മാറുന്ന കണ്ടോ? ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു ഭയമുണ്ടാകണം, ഭയമുണ്ടാകണം. കൃപയുടെ വാതിലടയാൻ സമയമായി. പെട്ടകത്തിൻ്റെ വാതിൽ യഹോവ അടച്ചു. അങ്ങനെയെങ്കിൽ ഈ കൃപയുടെ വാതിലടയുവാൻ സമയമായി. ഒരുങ്ങി നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ലവോദിക്ക പീരീഡിനെ നോക്കിയാൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരു പരുവത്തിലായിപ്പോയി ദൈവസഭകൾ. അത് മാറിയിട്ട് ദൈവസഭകൾ വാസ്തവമായി യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയായി മാറണം. അത് തേജസ്സോടെ നിൽക്കണം. ഹല്ലേലൂയ. തേജസ്സിൻ്റെ വസ്ത്രമുള്ള മണവാട്ടിയായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇതൊന്നുമില്ലാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുമ്പോൾ, ഹല്ലേലൂയ, ദൈവ പൈതലേ, എൻ്റെ പ്രിയേന്ന് പറഞ്ഞ് അടുത്തു വരത്തക്കവണ്ണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകട്ടെ. മനസ്സ് ശുദ്ധമാകുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. Cleanse your mind with the word and the blood of Jesus. Find out where the filth is staying in your mind. Hallelujah. Hallelujah. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനസ്സ് ശുദ്ധമാക്കാതെ നമുക്ക് അടുത്ത ലെവലിൽ കയറാൻ കഴിയത്തില്ല, ആത്മീയമായി വളരുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആ കൃപയിലേക്ക് നടത്തുവാൻ കഴിയത്തില്ല. ഭർത്താവും ഭാര്യയും കൂടെ വഴക്ക് പിടിക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടു വളരുന്ന കുഞ്ഞിനോട് എങ്ങനെ പറയാൻ കഴിയും? കുഞ്ഞേ, അത് യേശു മടങ്ങി വരാൻ സമയമായി, അതുകൊണ്ട് നീ ഒരുങ്ങണം. അപ്പം കുഞ്ഞ് തിരിച്ചു ചോദിക്കും, നിങ്ങളൊന്നും ഇങ്ങനെ വഴക്ക് പിടിച്ചാൽ എങ്ങനെയാ? എന്നാ പറയും കുഞ്ഞിനോട്? ഞാനിങ്ങനെ മെസ്സേജുകൾ പറയുമ്പോൾ പല ഈ ഞങ്ങൾ കൂടുന്ന സഭയിൽ പോലും ഭർത്താവ് അങ്ങോട്ട് ഭാര്യയോ അല്ലെ ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന കാഴ്ച കാണാൻ കഴിയാറുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്നാ? ഈ പറയുന്ന കാര്യങ്ങൾ ആ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇന്ന് രാത്രി കാഹളം ധനിച്ചാലോ? ഈ കുഞ്ഞുങ്ങൾ പോകും, നിങ്ങൾ കൈവിട്ട് പോയെങ്കിലോ? ജീസസ്. ജീസസ്. അപ്പോൾ എത്ര നാളും 10, 25, 30, 40 വർഷമൊക്കെ ആയി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ്. ഇനി ഒരു 5 വർഷം കഴിയട്ടെന്ന് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല, അത് കഴിഞ്ഞുപോയി. ഇനി ഏത് സമയവും ഇവിടെ കയറി വരുവീൻ, അല്ലെങ്കിൽ കാഹളം ധ്വനിക്കും. ഇനി അതോട്ട് കേട്ടോ, ഒരുങ്ങിയിരിക്കുന്നവരെ കേൾക്കത്തുള്ളൂ. ഒരുങ്ങിയിരിക്കുന്നവരെ ഇത് കേൾക്കത്തുള്ളൂ. ആത്മാവ് ഉണർന്നിരിക്കുന്നവരെ ഇത് കേൾക്കത്തുള്ളൂ. ആത്മാവ് മരിച്ചിരിക്കുന്നവരിത് കേൾക്കത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധമുള്ളവരെ ഇത് കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരിഞ്ഞു നോക്കിക്കേ, തിരിഞ്ഞു നോക്കിക്കേ. ഇന്ന് കാഹളം ധ്വനിച്ചാൽ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ, പറന്നു പോകുമോ? ഹല്ലേലൂയ. ഞാൻ ഒരുങ്ങുവാനുള്ളത് എന്നെ അറിയിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞാൻ എവിടാണ് ഒരുങ്ങേണ്ടത്, എവിടാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്? എന്നെ അറിയിക്കണമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രാർത്ഥിക്കുവാൻ കഴിയുമോ?
നിശ്ചയമായും കർത്താവ് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് അത് കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോകരുതെന്നും പറഞ്ഞാണ് യേശു ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവരൊന്നും കൈവിട്ടു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ ഇവരെ സൂക്ഷിക്കണമെന്നും പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് പോയേ. അതുകൊണ്ട് തന്നെ തൻ്റെ ഉത്തരവാദിത്വമാണ് അത് കാണിച്ചു തരാൻ. നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിലവിളിക്കുന്നെങ്കിൽ, ഒരു ദിവസം കൊണ്ടല്ല പ്രിയങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തെന്ന് വരെയാം. നമ്മുടെ ആർത്തി അനുസരിച്ചാണ് കർത്താവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ആർത്തിയില്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ പിശാച് പറയും, ഇതൊക്കെ ചുമ്മാതെയാന്നേ, ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നിന്നങ്ങ് പോയാൽ മതിയെന്നേ എന്ന് പിശാച് പറയും. ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്നവരെയൊന്നും ചേർക്കാനല്ല യേശു വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥിക്കണം. അയ്യോ, ആ ദേവദാസൻ അത്രയും ദൂരെ നിന്ന് ഞങ്ങളോട് ഇതൊക്കെയാണ് പറയാൻ വന്നത്. ഞങ്ങൾക്ക് നല്ല ഇപ്പം വിടുതൽ കിട്ടും, ഇപ്പം ഭയങ്കര വാഗ്ദത്തങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരും, ഇതെല്ലാം കേൾക്കാനാണ് ഞങ്ങൾ വന്നാണ്ട് ഇപ്പോൾ പറയുന്നത് കേട്ടോ. എന്താണ് നിങ്ങൾ പോവുകയില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പോവുകയില്ലെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നമുക്കൊരു ഭയം വരണം. വാഗ്ദത്തങ്ങൾ വിടുതലുകളെല്ലാം ഈ ഭൂമി കൊണ്ട് തീരും. ഇതൊന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് പറയാൻ ഏൽപ്പിച്ചൊരു പറഞ്ഞോട്ടെ. പക്ഷേ നാം ഹല്ലേലൂയ ക്രമപ്പെടുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനും പറ്റിയില്ല, മറിച്ച് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. കർത്താവ് പറഞ്ഞില്ലേ, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. നമുക്ക് ഈ ഭൂമിയിലെ ആവശ്യമുള്ള കർത്താവിനറിയാം. നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയം നടത്തി തരും. കൃപയാൽ പ്രിയമുള്ളവരെ നോക്കിക്കേ. നിങ്ങൾ ഈ ദേശത്ത് വന്നു, ജോലിയുണ്ട്. ആലയിൽ ജോലിയില്ലാത്ത ആരെങ്കിലും അതിനകത്തുണ്ടോ? ഇല്ല, എല്ലാവർക്കും ജോലിയുണ്ട്. ആലയിലിയ പിന്നെ ഈ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കാറിൻ്റെയും വീടിൻ്റെയും ഒക്കെ. എന്നാലും ദൈവം നടത്തുന്നില്ലേ? സന്തോഷമായിട്ട് പോകുന്നില്ലേ? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഉള്ള സമയം കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ എന്നാ കുഴപ്പം? ടി വിയും കണ്ട് സിനിമയും കണ്ട് ഹല്ലേലൂയ അതും ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ നമ്മുടെ സമയം വ്യർത്ഥമാക്കാതെ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ പറന്നു പോകത്തില്ലേ? അതല്ലേ വലുത്. ദൈവം തന്നിരിക്കുന്ന ഈ സമയം നഷ്ടമാക്കാതെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ പിശാച് പോരാടും. അന്നേരമായിരിക്കും പ്രയാസങ്ങൾ കൊണ്ടുവരുന്നത്, ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നത്. അത് കണക്കാക്കരുത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. നിത്യതയിൽ എത്തിക്കാമെന്നാ പറഞ്ഞത്. യേശു പറഞ്ഞില്ലേ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഉണ്ടോ? അവിടെ മനുഷ്യനുകളുണ്ട്, വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചിങ്ങവനത്തിരിക്കുന്ന സമയത്ത് അവിടെ നേരത്തെ ശുശ്രൂഷയിലായിരുന്നു ഒരു അപ്പച്ചൻ പാർശ്വത്വനിക ക്ഷീണമെല്ലാം പ്രയാസ രോഗിയായി. അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം എപ്പോഴും ഞങ്ങൾ മിക്കവാറും ചെല്ലും, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലും. വലിയ സന്തോഷമാണ് ഞാൻ ചെല്ലുന്നതും കാണുന്നതൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞു, പാർഷേ എൻ്റെ വീടെന്നെ കാണിച്ചു. ആ ഫ്ലാറ്റിൽ അതിൻ്റെ നമ്പർ എനിക്ക് പറഞ്ഞു കാണിച്ചു തന്നു. 27-ാം നമ്പർ ഫ്ലാറ്റാണ് എൻ്റെ വീട്. എന്നെ പ്രത്യാശയല്ലേ? ഹല്ലേലൂയ. കാരണം the hope of the glory of Jesus is staying inside of us. Hallelujah. The hope of the glory of Jesus is staying with us. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നത്. ഈ വാഗ്ദത്തം നിറവേറ്റാനാ. ഇവിടുത്തെ എന്നാ വീട് പണിതാലും അതൊന്ന് ചുഴലിക്കാറ്റടിച്ചാലോ സുനാമി വന്നാലോ ഭൂമി കുലുങ്ങിയാലോ തകർന്നു പോകും. മറ്റേതൊന്നും തകരാത്ത നിത്യമായ ഭവനത്തിലെത്തിക്കുന്ന, മനുഷ്യൻ പണിയാത്ത
മനുഷ്യൻ പണിയാത്ത വീട്ടിലെത്തിക്കുന്ന ഹല്ലേലൂയ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. പ്രിയമുള്ളവരെ ഓർക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് നാം ഹല്ലേലൂയ മക്കളാണ് അവകാശികളുമാണ്. ഇന്ന് യേശുവും ഹല്ലേലൂയ മനുഷ്യപുത്രൻ എന്നും ഹല്ലേലൂയ പുത്രൻ എന്നുള്ള ആ സ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സ്തോത്രം സ്വർഗത്തിൽ നിറങ്ങി വന്ന പുതിയ യെരൂശലേം തിരികെ പോകും. അതിൻ്റെ ന്യായവിധിയെല്ലാം കഴിഞ്ഞിട്ട് തിരികെ പൊളിപ്പടത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തിരികെ പോയി സ്തോത്രം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് they will become together and നമ്മളായിരിക്കും അന്ന് മുതൽ മക്കൾ. പുത്രത്വം നമ്മുടെ മേൽ തിരികെ വരികയാണ്. നമ്മളായിരിക്കും പുത്രന്മാർ. യേശു തൻ്റെ ദൈവത്വത്തിലേക്ക് തിരികെ ചേർന്നിട്ട് അവരൊന്നിച്ചു വസിക്കുമ്പോൾ ഹല്ലേലൂയ നാം, അതായത് ലൂസിഫർ പാപം ചെയ്യുന്നതിന് മുൻപ് അവരെങ്ങനെ ദൈവസന്നിധിയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലും. അവിടെയാണ് എറ്റേർണിറ്റി തുടങ്ങുന്നത്. അതാണ് എറ്റേർണിറ്റിയുടെ ആരംഭം. ഹല്ലേലൂയ. ലൂസിഫർ പാപം ചെയ്യുന്നതിന് മുൻപേ അവൻ എങ്ങനെയായിരുന്നു, അവനും ഒരു കൂട്ടം ദൂതന്മാരും എങ്ങനെ ദൈവത്തോടൊപ്പമായിരുന്നു, അതേ അനുഭവത്തിലേക്ക് നാം ചേർക്കപ്പെടുമ്പോൾ യേശു തൻ്റെ പുത്രത്വത്തിൻ്റെ സ്ഥാനം മാറ്റി വെച്ചിട്ട് അവരൊന്നാകും. യേശു പറയുന്നില്ലേ, ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിൽ ശക്തമായി പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. വി ആർ വൺ ടുഗദർ. ഇവിടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് കൊണ്ട് ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തിരികെ ചെന്നിട്ട് അവരൊന്നാകുമ്പോൾ നാം പുത്രത്വത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് സൃഷ്ടിപ്പിൽ ആദമിനെ സൃഷ്ടിക്കാൻ പറയുമ്പോൾ വരുവീൻ, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവിക വ്യവസ്ഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്കൊരുക്കി വച്ചിരിക്കുന്ന പദവിയും പദ്ധതികളും, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന തേജസ്സിൻ്റെ അനുഭവങ്ങളും ആഴത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ പിശാച് നമ്മളെ വിവിധ ചിന്തകളിട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിട്ട്, ജഡീകമായ മോഹങ്ങളിട്ട് നമ്മളെ അതിലേക്ക് ആകർഷിച്ച് അതിനോട് അടുപ്പിക്കുമ്പോൾ ഓർക്കുക, നിത്യതയെ ചോദ്യം ചെയ്യുന്ന പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നമ്മളെയും കൊണ്ടുപോകാനാണ് അവൻ ഈ പണികളെല്ലാം ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ കൃപയുടെ വാതിലടയുന്നതിന് മുമ്പേ ഒരുങ്ങി നിൽക്കുവാൻ അല്ല, കാഹളം നനയ്ക്കുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും തിരികെ വിളിച്ചാൽ എടുക്കപ്പെടുന്നത് യേശുവിനോടുകൂടി ആണെന്നുള്ള ഉറപ്പ് പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പുറയിലിരിക്കുന്നവർക്കൊന്നും ഒരു സന്തോഷം വരുന്നില്ലെന്ന് തോന്നല്ലേ? ഇത് സന്തോഷം വരുന്ന കാര്യമല്ല പറയുന്നത്, കർണരസമാകുന്ന കാര്യങ്ങളല്ല, ചെവിക്കുമ്പോഴുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിൻ്റെ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമായി മാറും, ബോറടിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഈ നാളുകളിൽ ഇത് ഒരുങ്ങാനുള്ള സമയമാണ്, അതിനുള്ള സമയം നമുക്കുള്ളൂ. ഹല്ലേലൂയ. ആ ഒരുങ്ങാൻ തന്നിരിക്കുന്ന സമയം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, പറ്റി നിൽക്കുവാൻ. യേശു പറഞ്ഞില്ല, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റി നിൽക്കുവാൻ അതിനൊക്കെ ഒരു ഇച്ചിരി സഹിഷ്ണുതയും കൃപയൊക്കെ വേണം.
അല്ലാതെ നമുക്കൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ ആവശ്യം. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല. ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക്കാണത്. സ്തോത്രം. കർത്താവിനെ ഒന്ന് കാണുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. വില കൊടുക്കണം, നല്ല വില കൊടുക്കണം. കഴിഞ്ഞ മാസം യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഇത് പറഞ്ഞാൽ അതിശയം തോന്നും. യേശുവിൻ്റെ അടുക്കൽ അങ്ങനെ ആളത്വമായി കണ്ടു ഞാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഹല്ലേലൂയ, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന 70 മൂപ്പന്മാർ യഹോവയായ ദൈവത്തിൻ്റെ പാദപീഠം കണ്ട് ആ പാദപീഠത്തിൽ നമസ്കരിച്ചു. അവിടെ ഇരുന്നവർ ഭക്ഷിച്ചു എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അതേ അനുഭവം അന്ന് എനിക്കുണ്ടായി. സഹോദരൻ, കുറേ നാളുകൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമായി എനിക്ക് കർത്താവിനെ കാണണം. ആദ്യം അതാ കാണിച്ചത്. ആ മഹത്വം കണ്ടു. എൻ്റെ മുൻപിൽ ഇറങ്ങി വന്നു. ആ പാദപീഠത്തിൽ നമസ്കരിച്ചു. ഈ പ്രാവശ്യം യേശുവിനെ കാണുവാനിടയായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു കാര്യം എന്നെ ലജ്ജ ഇല്ലാതെ പറയുകയാണ്. കരയാൻ ഒരു കൃപ കിട്ടി. ഹല്ലേലൂയ. ആമോസിൽ പറയുന്നു, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? പറ്റുമോ? ഐക്യതയില്ലാതെ ഞങ്ങൾ ഈ കാറിനും നേരത്തെ ആദ്യം ബൈക്കിനൊക്കെ പോകുമ്പോൾ വേണം ഭാര്യയും ഭർത്താവും അങ്ങോട്ട് ബൈക്കിൽ നിന്ന് വഴക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അയ്യോ, അപ്പം ഞങ്ങൾ പറയും, അയ്യോ ഇന്നെന്തോ കുഴപ്പമൊപ്പിച്ചാൽ 2 പേരും കൂടെ പോകുന്നത്. ഇപ്പോൾ കാറിൽ പോകുമ്പോഴും ഇത് തന്നെ കാണാറുണ്ട്. കാറയിലിരുന്നുകൊണ്ട് വഴക്ക് പിടിക്കുന്നു. ഹല്ലേലൂയ. അപ്പം 2 പേർ തമ്മിൽ ഒത്തോ? ഇല്ല, ഐക്യതയില്ല. ജീസസ്. അപ്പം ഇവിടെ വചനം പറയുന്നത് 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ. അപ്പം യേശുവുമായി ഒന്ന് ഒത്തുവരാൻ നമുക്ക് എന്താ നമ്മളെ അകറ്റി നിർത്തുന്നത്? അതിനെ ഒന്ന് കണ്ടുപിടിച്ച് ഇല്ലായ്മ ചെയ്തിട്ട് ഒന്നിച്ച് നടന്നാൽ അടുത്ത ആൾ കൂടെ വരും. ആരാ? അനക്കമില്ലല്ലോ. ഹോളി സ്പിരിറ്റ് അടുത്ത ആളൂടെ കൂടെ വരും. അങ്ങനെ പിന്നെ 3 പേരും കൂടെ ഒന്നിച്ചായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വന്നാൽ നമ്മൾ തന്നെ കരയും. നിങ്ങൾക്ക് അധികം നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? കരയാവോ? ഇരുന്ന് രാത്രി ഏതെങ്കിലും യാമത്തിൽ എഴുന്നേറ്റൊന്ന് കരയാമോ? യേശു അടുക്ക വരും. ആ സാന്നിധ്യം ഇറങ്ങി വരും. യു വിൽ ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അത് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. കരയാൻ പറ്റുമോ? അധികം പ്രാർത്ഥിക്കണ്ട. ബെസ്റ്റ് എളുപ്പ വഴിയാണ്. കരയണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വരമുള്ളവർക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്കത് പറ്റത്തില്ല. പക്ഷെ എന്തു ചെയ്യാൻ പറ്റും? കരയാൻ പറ്റും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നെങ്കിലും കോട്ടേജ് മീറ്റിംഗ് അല്ലാതായിപ്പോയല്ലേ. ജീസ് വലിയ വിടുതലും അനുഗ്രഹം കേൾക്കുമെന്ന് വിചാരിച്ചു വന്നെങ്കിലും അതൊന്നല്ല. പക്ഷേ ഇത് വലിയ വിടുതലായി പറഞ്ഞത്, വലിയ അനുഗ്രഹമാണ് പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കി കരയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ, എനിക്ക് അടുത്ത പടി കയറണം, എനിക്ക് ആത്മാവിലൊന്ന് ബലപ്പെടണം, എനിക്ക് അങ്ങയുടെ കൂട്ടായ്മ വേണം. ലോർഡ് ജീസസ്, ഹല്ലേലൂയ, ഐ നീഡ് യുവർ ഇൻറ്റിമസി പറഞ്ഞു ചോദിക്കാൻ പറ്റുമോ? ഹോളി സ്പിരിറ്റ്, ഐ നീഡ് മോർ ഓഫ് യു പറഞ്ഞ് കരയാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളറിയാത്ത ഒരു പീസ്, ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സമാധാനം, ഒരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയത്തിന് ഭാരപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ
പെട്ടെന്നൊരു ദൈവ സാന്നിധ്യം എൻ്റെ മുഖത്തോട്ട് വന്ന് വീണു. ഇന്ന് വരെ അങ്ങനെ ഒരു ദൈവസാന്നിധ്യം, അതിനൊരു മധുരമോ അതിന് എന്തോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു ദൈവസാന്നിധ്യം എൻ്റെ മുഖത്ത് വന്നു. നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നമ്മളോട് കൂടെ ഉണ്ടെന്ന് അറിയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസൻസ്, ഹോളി പ്രസൻസ്, അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. കരയാമോ? കരയാമോ? പിശാച് സമ്മതിക്കേല കേട്ടോ, പിശാച് സമ്മതിക്കേല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വരെ പ്രാപിക്കാൻ കഴിയാത്തത്, നിങ്ങൾക്ക് എവിടെയൊക്കെയോ തടഞ്ഞു വച്ചിരിക്കുന്നത്, നിങ്ങളെ മുന്നോട്ട് വിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രാപിക്കേണ്ട ആത്മീയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രമെന്ന് പറയുമ്പോൾ, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടാതെ, കയറ്റിവിടാതെ ബ്ലോക്ക് ചെയ്യുന്ന മേഖലകളിൽ അഴിവ് നടക്കുവാൻ കരയാൻ കഴിയട്ടെ, കരയാൻ കഴിയട്ടെ. ഹല്ലേലൂയ. സഭയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, ദൈവദാസൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്. നമ്മൾ എന്നൊക്കെ മൂടി വെച്ചാലും ഒരു വേള നിങ്ങളുടെ പാസ്റ്റർ അറിയത്തില്ല, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഭാര്യ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല, നിങ്ങളുടെ ഭർത്താവ് അറിഞ്ഞെന്ന് വരത്തില്ല, കുഞ്ഞുങ്ങൾ അറിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ എല്ലാം അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള യേശു കർത്താവ് സകലതും അറിയുന്നു, സകലതും അറിയുന്നു, സകലതും അറിയുന്നു. അങ്ങനെ ഇന്ന് രാത്രി ഒരു തീരുമാനം, ഞാൻ സമർപ്പിക്കാനൊന്നും പറയുകയില്ല, ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ പോകുവാൻ, കർത്താവേ, കർത്താവേ, അല്ലിയനോട് കരുണ തോന്നണം. പരിശുദ്ധാത്മാവേ, ഐ നീഡ് മോർ ഓഫ് യു, ഐ നീഡ് മോർ ഓഫ് യു, ഐ നീഡ് ജീസസ്, ഐ നീഡ് യുവർ ഇൻറ്റിമസി. ഹറഹബനകസി ആർഖനഹഷി അന്തന റഗൽകന ഹസ്തൽ പ്രമാന റൈഷ ബറുക്ഷ ബൗറേ റബരേ ഹന്തൽ പ്രമ. വയറ്റിനകത്ത് നിങ്ങളുടെ കുടലിനോടുള്ള ബന്ധത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലുണ്ടോ? പരസ്യമായിട്ട് പറയാൻ മടിയുണ്ട്, പറയേണ്ട പ്രാർത്ഥന കഴിയുമ്പോഴുണ്ടോ? പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കാം. ഉണ്ടോ? ഇല്ല, പരസ്യമായിട്ട് പറയാൻ മടിയാ. ഓക്കെ. നിഷബറഖമന ഹസ്തന ഹന്തൽ പ്രമന ഷൈഡ ബറുച്ചേ ബൗഡേ റബരി അർഖര റിഗര ഹന്തൽ പ്രഭാരക റൈഡ ബറുച്ചല ഹന്തൽ പ്രമനഗസി അസ്തൽ പ്രവരക റൈഡല ഗറുകര ഘടക റഗര അജലകനാജകർ അസ്തൽ കറുകര അർത്ഥൽ പ്രഭാരക. നല്ല ഭക്ഷണമോ അല്ലെ നല്ലതായ കുറേ സാധനങ്ങളോ കൂട്ടിവെച്ചിരിക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് ഒരു പല്ലിയല്ല, ഒരു ഓന്ത് പോലെ ഒരു സാധനം എഴുന്നേറ്റ് വന്നാൽ, പൊങ്ങി വന്നാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? അയ്യോ, അത്രയും നല്ല സാധനം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഇങ്ങനെ ഉണ്ടായ ചില നഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. മറുപടി പറയുമ്പോൾ മണങ്ങണ്ട. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായാൽ ആ നഷ്ടങ്ങൾ മടങ്ങി വരും. പിശാച് നശിപ്പിച്ചത് മടങ്ങി വരും. അർഘര ഹരകര ഹസ്തൽ പ്രവരകസ്യ അർത്ഥന റിഗന ഹന്തൽ പ്രവാരക റൈഷ രാജ ഹസന റഗദന ഹന്തൽക്കനമ ഹസ്തൽ പ്രമനകസ്യ അറുദ റഗല ഹറുക്കെ റഗനെ റഗനെ അസിലിൽ കറുകര ഹർഷിലി കറുകര ഹന്തൽ പ്രമന ഷൈഡ ബറുച്ചേ ബൗഡേ റബരേ അടകരകടക അറകര. നമുക്കറിയാം, വഴിയിലെ ഈ പോസ്റ്റയിൽ നിൽക്കുന്ന ലൈറ്റുകളൊക്കെ മാറ്റിയിടാൻ അല്ലെ കേട് നന്നാക്കാൻ ഈ ചെറിയ ക്രെയിനുകൾ വരും. ഹല്ലേലൂയ. എന്നിട്ട് അത് റിപ്പയർ ചെയ്യും. അതേ, അങ്ങനെ കെട്ടുപോയ ചിലതിനെ റിപ്പയർ ചെയ്തെടുത്ത് പിന്നെയും പ്രകാശിക്കുന്ന തലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി കണ്ട ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്.
നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. നിങ്ങളുടെ ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. റൈഷലഹലഹസിയന ഹസ്തൽ പ്രമനഗതിയ അർത്ഥന റിഗന ഹന്തൽ പ്രമാനക റൈഡ ബറുച്ചേ ബൗഡേ റബരേ ബൗഡ ബറുച്ചര ബൗഡേ റബരേ. ഓട്ടത്തിൻ്റെ ഇടയിൽ ടയറ് പഞ്ചറായിപ്പോയി, ടയറ് ഫ്ലാറ്റായിട്ട് വാഹനം വഴിയിൽ കിടന്നു പോകുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ ആർക്കൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പുതിയത് മാറ്റിയിട്ടിട്ട് പിന്നെയും ഓടിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാ. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ലൈഷലബർഗര ബൗറി ബറക്ഷര വേദക റസിര ബറുക്ഷര ഹൗറാറബര ഹന്തൽ പ്രവാരക റാഖ റഗര ഹറക റഗതര അജലഘടകബർ അത്തുൽഘടകര ഘടക അറബര അർത്ഥര റഗര. നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കുന്ന ബുൾഡോസറുകൾ അല്ലെങ്കിൽ JCBകൾ അല്ലെ, പിന്നെ അത് രണ്ട് ചെയിനല്ല, ചെയിനയിൽ ഓടുന്നതുകൊണ്ട് ടയറിൽ ഓടുന്നതുകൊണ്ട്. ഇതൊക്കെ ഒരു പരുവത്തിൽ നിൽക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കും. നീ അതിൻ്റെ ബാക്കി കേട്ടോണേ. പർവ്വത സമാനമായി നിന്ന് പോരാടുന്ന പൈശാചിക പോരുകളെ പൊടിച്ചു കളയുന്ന, മെതിച്ച് പൊടിച്ചു കളയുവാനുള്ള ഒരു അഭിഷേകം, ഒരു അനോയിൻറ്റിങ് ചിലരുടെ മേൽ പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉണർന്ന് പ്രാർത്ഥിക്കാമോ? കരയാമോ? ആ ദൈവം തന്നെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ആ സമയം ഇച്ചിരി മുന്നോട്ട് പോയി, എന്നോട് ക്ഷമിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.